പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുവചന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഹൃദയത്തുറവിയോടെ പങ്കെടുക്കുക. നമ്മൾ ഏതൊരു അവസ്ഥയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവപിതാവിന് നമ്മെ ഉയർത്താൻ സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണെന്നാണ് മാർക്കോസ് 9:23 യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സമയം ഒരുമിച്ച് ധ്യാനിക്കാം. മാർക്കോസ് 16:17 ഇപ്രകാരം വചനം പറയുകയാണ്: വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മിൽ യേശു ക്രിസ്തുവിൻ്റെ അടയാളം കാണണമോ? ദൈവശക്തിയുടെ അടയാളങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ദിവസം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ് യേശുവിൻ്റെ കണ്ണിലൂടെ എന്ന പുസ്തകം. അലൻ എം എസ് എന്ന വ്യക്തി എഴുതിയ പുസ്തകം എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വലിയ പരിപോഷണത്തിന് കാര്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു സംഭവ പ്രകാരമാണ്. യേശുവിൻ്റെ ജീവിതമാണ് മുഴുവൻ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ കർത്താവ് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ളവരുടെ സുവിശേഷം പ്രഘോഷിച്ചു. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി. അത്ഭുത രോഗശാന്തികൾ അവിടെ സംഭവിച്ചു. അത്ഭുതകരമായി തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഈ സമയം ശിഷ്യന്മാർ എന്താണ് ചെയ്യുന്നത്? യേശു ചെയ്ത അത്ഭുതങ്ങളെ പ്രതി ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി വാഴ്ത്തി ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് അവർ പാട്ടുപാടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സമയം യാക്കോബ് ശ്ലീഹ നിഷ്കളങ്കനാണ്. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു: കർത്താവേ, കഴിഞ്ഞ ഗ്രാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ അധികമായി അടുത്ത ഗ്രാമത്തിൽ അങ്ങ് ചെയ്യുമോ? ഈ സമയം യേശു അവൻ്റെ മുഖത്തിൽ നോക്കി പ്രത്യാശയോടെ യേശു പറയാണ്: വലിയ വിശ്വാസമുള്ളിടത്ത് വലിയ അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസം എന്ന വാക്കാണ് യേശുവോട് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഏതൊരവസ്ഥയിലാണെങ്കിലും, പൊട്ടിത്തകർന്ന് ചെയ്ത അവസ്ഥയിലാണോ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണോ, രോഗത്തിൻ്റെ പടുകുഴിയിലാണോ, പരാജയത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഏറ്റവും മാക്സിമത്തിലാണോ, കർത്താവ് യേശു ക്രിസ്തു നമ്മെ നോക്കി പറയാണ്: എന്നിലുള്ള വിശ്വാസം വഴി നിനക്ക് ഉന്നതങ്ങളിൽ സവാരി ചെയ്യുവാൻ ദൈവപിതാവ് ഇടവരുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗം ഇതാണ്. മാർക്കോസ് 16:17-18 വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാർഗമായി എന്ത് കുടിച്ചാലും അത് അവർ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ ക്രിസ്ത്യാനിക്കും അവകാശമുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു ദൈവ പൈതലാണോ സഹോദര, നീ ഒരു അത്ഭുതമാണ്. നിന്നിലൂടെ അടയാളങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമാണ്. കാരണം നീ വിശ്വസിക്കുന്നവൻ യേശു ക്രിസ്തു സത്യമായും ദൈവപുത്രനാണ്. അവൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ നാമം നീ വഹിക്കുന്നവനാണെങ്കിൽ നിനക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു രഹസ്യമാണ്. ഇന്ന് ഏറ്റവും അധികം യേശു നമ്മെ നോക്കി വേദനിക്കുന്നുണ്ടെങ്കിൽ അത് മത്തായി 17:17 എന്താണ് വചനം പറയുന്നത്? വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ യേശു ഇത് പറയുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനേകം മക്കളെ നോക്കി യേശു ഇത് പറയുന്നുണ്ട്: നിങ്ങളുടെ വിശ്വാസരാഹിത്യം മൂലം ഞാൻ വീണ്ടും വീണ്ടും ആണികളാൽ തറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ അഗ്നി സ്വീകരിക്കുക. നമ്മിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ലൂക്ക 1:37 ബൈബിളിലെ ഗോൾഡൻ വചനം ഇപ്രകാരം വചനം പറയുകയാണ്: ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് സ്വീകരിക്കുക. എന്നാൽ ദൈവം പറയുന്നത് എനിക്കൊന്നും അസാധ്യമല്ല. എന്നാൽ അതേ ദൈവം തന്നെ മത്തായി 17:20-21 എന്താണ് പറയുന്നത്? യേശു പറയാണ്: നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കും. മല നിങ്ങൾ അനുസരിക്കും. മലയ്ക്ക് ജീവനുണ്ടോ? എന്നാൽ സൃഷ്ടാവായ ദൈവം
ഒരു വാക്ക് പറഞ്ഞാൽ അതിനനുസരിക്കാതിരിക്കാൻ സാധ്യമല്ല. നമ്മൾ കൽപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അതിനുശേഷം യേശു ഒരു വാക്യം പറയുകയാണ്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. എന്തുമാത്രം വലിയ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. ആരാണ് നിങ്ങൾ? നമ്മൾ ഓരോരുത്തരുമാണ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായ സ്വീകരിച്ചവരായ നമ്മളാണ് നിങ്ങൾ എന്ന് യേശുവോടെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊരു സാധ്യതയുണ്ട്. എന്താണ്? ഒന്നും നമ്മുടെ മുന്നിൽ അസാധ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ്, അവൻ പിശാചിനെ തോൽപ്പിച്ചവനാണ്, അവൻ ഈ ലോകത്തിന് മേൽ ജയാളിയായ രാജാതിരാജാവായ കർത്താവാണ്. അവനെ വഹിക്കുന്നവൻ, അവൻ്റെ ആത്മാവിനെ നിറഞ്ഞവൻ ഈ ലോകത്തിന് മേൽ ചവിട്ടി നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ മുന്നേറുന്നതാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുള്ള വിശ്വാസം ഏറ്റവും സിമ്പിൾ വിശ്വാസമാണത്. മാർക്കോസ് എഴുതിയ സുവിശേഷം 2:40 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് മുട്ടുകുത്തി ഇപ്രകാരം യേശുവിന് പറയാണ്, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠരോഗം മാറി, അവൻ ശുദ്ധിയുള്ളവനായി, അവൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതേ വചനം നമ്മിലൂടെ പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും യേശുവിനടുത്തേക്ക് കടന്നു വരിക, അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക, പറയുക, കർത്താവ്, ഇതാണ് എൻ്റെ അവസ്ഥ. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 1995 ആഫ്രിക്കയിലെ ലിയോറസിയോൺ എന്ന രാജ്യത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. ഓൾറെഡി ആ രാജ്യത്തിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വേദനയിലൂടെയാണ് അവിടെയുള്ള ജനങ്ങൾ. സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. മമിജി എന്ന ആ പെൺകുട്ടി ജനിച്ച അവസ്ഥയിൽ തന്നെ അവളുടെ അപ്പൻ ആഭ്യന്തര കലാപത്തിൽ മരിച്ചു പോവുകയാണ്. അപ്പനില്ലാത്തൊരു പെൺകുട്ടി. അതിനുശേഷം കലാപത്തിന് ശേഷം വലിയ പട്ടിണി കടന്നു വരികയാണ്, ദാരിദ്ര്യം. ശേഷം അവളുടെ അമ്മ, നൊന്തുപെറ്റ അമ്മയും പട്ടിണി മൂലം മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ പെൺകുട്ടി അനാഥയായി. അവളുടെ അമ്മാവൻ ഇവളെ ഒരു അനാഥ മതത്തിൽ ചേർക്കുകയാണ്. അങ്ങനെ 27 കുട്ടികൾ അവിടെയുണ്ട്. ഈ പെൺകുട്ടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അപ്പനില്ല, അമ്മയില്ല, കാണാൻ സൗന്ദര്യമില്ല. അവിടെ ആയിരിക്കുമ്പോഴാണ് ഇവൾക്ക് ഒരു പ്രത്യേകമായ അലർജി രോഗം കടന്നു വരുന്നത്. ശരീരം മുഴുവനും ഒരു പ്രത്യേകമായൊരു സ്കിൻ ഡിസീസ്. കാണാൻ വിരൂപിയായി ഇവൾ മാറി. ആരും ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. 27 കുട്ടികളിൽ 27ാമത്തെ സ്ഥാനമാണ് ഈ കുട്ടിക്ക് അധികാരികൾ കൊടുത്തിട്ടുള്ളത്. അവരെല്ലാവരും ഈ മകളെ നോക്കി പറഞ്ഞു, നീ ശാപത്തിൻ്റെ മകളാണ്, നീ പിശാചിന്റെ മകളാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ തകർച്ച വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയും. ആരുണ്ട് ഇവളെ സമാശ്വസിപ്പിക്കുവാൻ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ 4ാമത്തെ വയസ്സിൽ ഇവളുടെ ആ കോമ്പൗണ്ടിൽ തന്നെ ആ മുറ്റത്ത് കിടക്കുന്ന കളിക്കുന്ന കുട്ടികളുടെ ആ ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു ചെറിയ പുസ്തകത്തിൻ്റെ പേജ് കാണുകയാണ്. ആ പുസ്തകത്തിൽ എന്താണ്? ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു ബാലെ നർത്തകിയുടെ ഫോട്ടോമാണ്. മനോഹരിയായ ഒരു നർത്തകി. ഇവൾ ആ ഫോട്ടോ നോക്കി ഇപ്രകാരം പറയാണ്, ദൈവമേ, എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ആകാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചെന്നറിയോ? 27ാമത്തെ സ്ഥാനമുള്ള ഈ പെൺകുട്ടിയെ തേടി അമേരിക്കയിൽ നിന്നൊരു കുടുംബം വരികയാണ്, ഡി പ്രിൻസ് കുടുംബം. അവർക്ക് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണം. ധാരാളം സൗന്ദര്യമുള്ള കുട്ടികൾ അവിടെയുണ്ട്. എന്നാൽ അവർക്ക് ആ കുട്ടികളെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് കാണിച്ചു കൊടുത്ത കുട്ടി ഈ വിരൂപയായി പെൺകുട്ടിയാണ്. ഇതാ പെൺകുട്ടിയെ അവർ ദത്തെടുത്ത് അമേരിക്കയിലേക്ക് പറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ അവളുടെ അവസ്ഥയിൽ മാറ്റം വരുന്നു. അമേരിക്കയിൽ കടന്നു ചെന്നു. ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് പഠിക്കേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ബാല നർത്തകിയാകണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവർ ആ പെൺകുട്ടിക്ക് ഒരു പേരിട്ടു. അവളുടെ പേരാണ് മിഖായേൽ ഡി പ്രിൻസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്കറിയണോ? ആർക്കും വേണ്ടാത്ത, അപ്പനും അമ്മയും മരിച്ചുപോയി, എല്ലാവരും തള്ളപ്പെട്ട, അവഗണിക്കപ്പെട്ട, വിരൂപിയായിരുന്ന ആ പെൺകുട്ടി ഇന്ന് ലോക ഫേമസ് ആണ്, പ്രശസ്തയാണ്. അവൾ ബാല നർത്തകിയായി മാത്രമല്ല, അവളുടെ സാക്ഷ്യം അനേകരെ പ്രചോദിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അവഗണിക്കപ്പെട്ട വ്യക്തിയാണോ? പരാജയത്തിൻ്റെ പടുകുഴിയിലാണോ? വിശ്വാസത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഒരു കഴുകനെ പോലെ പറക്കുവാൻ നമുക്ക് സാധ്യമാണ്.
ഏശയ്യാ 40-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. കാക്കയെ പോലെ പറക്കുമെന്നല്ല ദൈവമോട് പറഞ്ഞിട്ടുള്ളത്, നീ കഴുകനെ പോലെ പറക്കും. കാക്ക നമ്മുടെ കൺവട്ടത്താണ് പറക്കുന്നത്, എന്നാൽ കഴുകൻ പറക്കുന്നത് എവിടെയാണ്? ഉന്നതങ്ങളിലാണ്. ഒരു കൊടുങ്കാറ്റ് വീശിയാലും അവൻ കൊടുങ്കാറ്റിനെ ഭയപ്പെടില്ല, അതിന് മുകളിൽ അവൻ പറക്കും. കാരണം അവൻ വിശ്വാസത്തിലാണ് പറക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ആദ്യ സ്റ്റെപ്പ് ഈ വചനത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം. രണ്ടാമത് എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശ്വാസത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? അത് കർത്താവിന്റെ നാമം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുക. യേശുവിന്റെ നാമം ഏറ്റുപറയുക. ഇവിടെ ലൂക്ക് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ അവിടെ 7 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുക. അവിടെ ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുകയാണ്. അവൻ യജമാന് പ്രിയപ്പെട്ടവനായിരുന്നു. യജമാൻ എന്താണ് ചെയ്യുന്നത്? ഇതാ യഹൂദ പ്രമാണിമാരെ വിളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എൻ്റെ ഈ ദാസന് വേണ്ടി നിങ്ങൾ യേശുവിന് പറയണം. പ്രിയപ്പെട്ടവരെ, യഹൂദ പ്രമാണിമാർ ഇപ്രകാരമാണ് യേശുവിന് പറഞ്ഞത്: അവൻ നല്ലവനാണ്, നമ്മുടെ ജനത്തെ അവൻ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്, അവൻ ജനത്തിന് ഉപകാരമുള്ളവൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവൻ ഒരു സിനഗോഗ് പണിത് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു അവരെ കൂടെ പോയി. ഈ സമയം ശതാധിപൻ എന്താണ് ചെയ്തത്? ഒരു ഭൃത്യനെ വിട്ട് യേശുവിന് പറഞ്ഞു, കർത്താവേ, ഞാൻ യോഗ്യനല്ല, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എൻ്റെ ഭവനത്തിലായിരിക്കുന്ന എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ കീഴിലും പട്ടാൾക്കാരുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞ് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവർ, ഈ വാക്കുകൾ കേട്ട് യേശു പറഞ്ഞു, ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ ഭൃത്യൻ തിരിച്ചു വന്നപ്പോൾ ആ ശതാധിപന്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഏറ്റുപറയുക, സംഭവിക്കുക തന്നെ ചെയ്യും. അനുകൂലമായ വിശ്വാസത്തിന്റെ വാക്കുകൾ കർത്താവിന്റെ വചനത്തിലുണ്ട്. നെഗറ്റീവ് വാക്കുകൾ പറയുന്നതിൻ്റെ പിന്നാലെ പിശാച് പ്രവർത്തിക്കും. എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ, വചനം പറയുന്നതിന്റെ പിന്നാലെ കർത്താവുണ്ട്. എന്തിനാണ്? അവനെ അനുഗ്രഹിക്കുവാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 23 ദാവീദ് പറയുന്നത്, കർത്താവിന്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. എന്തുകൊണ്ട്? ആ അധരങ്ങളിൽ നിന്ന്, ദാവീദിന്റെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതികൾ ഉയർന്നു. അധരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദാന വചനങ്ങൾ ഏറ്റുപറയുക. ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഗോലിയാത്ത് വലിയൊരു മല്ലൻ. നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ ഗോലിയാത്തുമാരുണ്ടോ? പ്രതിസന്ധികളുണ്ടോ? ജെറീക്കോ കോട്ടകളുണ്ടോ? ചെങ്കടലുണ്ടോ? നമ്മുടെ മുന്നിൽ മായാത്ത പ്രതിസന്ധികളുണ്ടോ? തഴക്ക ദോഷങ്ങളുണ്ടോ? രോഗപീഠകളുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദാവീദ് ചെയ്തു തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാവീദ് ഗോലിയാത്ത് നോക്കിയ പ്രകാരം പറഞ്ഞു, ഞാൻ വരുന്നത് നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ പിശാച് പരാജയപ്പെട്ട് കഴിഞ്ഞു. അവിടെ ശത്രുവിന്റെ പരാജയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സ്വന്തം നാമത്തിൽ കടന്നു വന്നാൽ ആരും നമ്മെ ഭയപ്പെടില്ല. കാരണം നമ്മെ പിശാചിന് ഭയമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ നാമം വഹിച്ചിട്ടാണ് നമ്മൾ വരുന്നെങ്കിൽ അവൻ മുട്ടുകുത്തും, അവൻ പാലായനം ചെയ്യും. കാരണം പിശാചിന്റെ അടിത്തറ തകർത്തവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, എന്താണ്? ഞാൻ വരുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. രണ്ടാമത് കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ ദാവീദ് എന്താണ് പറഞ്ഞത്? ദാവീദ് പറയാണ്, ഇന്ന് നിന്നെ കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ നോക്കി പ്രകാരം പറയാൻ സാധിക്കുമോ? വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ നോക്കി ഒരു ദൈവപൈതൽ ഇപ്രകാരം പറയണം, നിന്നെ എൻ്റെ കർത്താവ് ഇന്ന്, നാളെയല്ല ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, വിജയം സുനിശ്ചിതം. കർത്താവിന്റെ നാമത്തിലാണ് ദാവീദ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ് ദാവീദ് പറയുന്നത്. വീണ്ടും ദാവീദ് എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ ഒരു ദൈവമുണ്ട്, ലോകം മുഴുവൻ അറിയും. പിന്നീട് വീണ്ടും ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, നമ്മുടെ യുദ്ധമല്ല, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, ഈ 4 വചനങ്ങൾ, 1 സാമുവേൽ 17:45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അടിവരയിടുക, നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനത്ത് എഴുതി വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്താൽ ശത്രുക്കൾ പാലായനം ചെയ്യും, അത്ഭുത വിടുതലുണ്ടാകും, അഭിഷേകം ഇറങ്ങി വരും, ദൈവശക്തി വ്യാപരിക്കും, അത്ഭുത വിജയങ്ങൾ നമ്മെ തേടി വരും. പ്രിയപ്പെട്ടവരെ, പരാജയം മാറിപ്പോകും. അതുകൊണ്ട് വചനം ഏറ്റുപറഞ്ഞ്
വചനം ഏറ്റുപറഞ്ഞ്, വിശ്വാസം ഏറ്റുപറഞ്ഞ്, യേശുനാമം ഏറ്റുപറഞ്ഞ് കർത്താവിൽ വിജയം പ്രാപിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മൂന്നാമത് കർത്താവ് എന്താണ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്? പിന്തിരിയാത്ത വിശ്വാസമാണ്. ഫെബ്രുവരി 10:38 എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുന്നില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിലല്ല നാം മുന്നേറി ആത്മരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ് നാം. അങ്ങനെ അവരെ വിളിക്കുന്നവരെ പേരാണ് സഭാ പൈതൽ, സഭാ മക്കൾ. അവർ സ്വർഗത്തിൻ്റെ മക്കളാണ്. ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് ആരെയാണ് പ്രിയപ്പെട്ടവരെ? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെയാണ്. അവൻ ഒരിക്കലും പിന്മാറ്റത്തേക്ക് പോകുകയില്ല. അവൻ പ്രതിസന്ധിയുടെ മുന്നിൽ മുട്ടുമടക്കുകയില്ല. ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നീ പിന്മാറിപ്പോകരുത്. പ്രതിസന്ധികളിൽ മുന്നിൽ നീ മുട്ടുമടക്കരുത്. പരാജയത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത്. വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും മുന്നേറുക. ഇതാ ഒരു വചനഭാഗത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 15:21 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒരു കാനാങ്കാരി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. വളരെ വേദനയോടെയാണ് അമ്മ വരുന്നത്. കാരണം അമ്മയുടെ മകൾ സ്വന്തം ഭവനത്തിൽ പൈശാചികമായ പീഡകളാൽ വേദനിക്കുകയാണ്. അതുപോലെ ഇന്ന് ഒത്തിരി മക്കളെ ആത്മാവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഡിപ്രഷൻ്റെ അടിമകളാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിന്നാലെ പോയി. ലോകത്തിൻ്റെ എല്ലാ പാഴ്വാക്കുകൾ പിന്നാലെ പോയി. ലോകത്തിൻ്റെ എല്ലാ അശുദ്ധിയുടെ പിന്നാലെ പോയി. എന്താണ് സംഭവിച്ചത്? ഇതാ മാനസികമായി തകർന്ന് തരിപ്പണമായി ഭവനങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്ന അനേകം യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് സന്ദേശം? കർത്താവിൽ എഴുന്നേൽക്കുക. ഇപ്പോൾ നീ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ അമ്മ തളർന്നു പോയിട്ടില്ല. സ്വന്തം മകളുടെ ആ വേദന കണ്ട്, ആ രോഗം കണ്ട് നിരാശപ്പെട്ടു പോയിട്ടില്ല. ആ മകൾ എഴുന്നേറ്റു. യേശു എവിടെയുണ്ടോ ഓടിച്ചെന്നു. യേശു പറഞ്ഞു, എന്താണ്? ഇസ്രായേൽ മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങൾ ഞങ്ങൾ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുകയില്ല. ഈ സമയം ഈ അമ്മ പിന്തിരിഞ്ഞു പോയോ? എന്താണ് സംഭവിച്ചത്? ഈ അമ്മ ഇപ്രകാരം ചിന്തിച്ചോ? എന്താണ് യേശു ഇപ്രകാരം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയിൽ മുന്നേറുമ്പോൾ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകും. അത് ദൈവം അനുവദിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അമ്മ പിന്തിരിഞ്ഞു പോയില്ല. അമ്മ എന്താണ് ചെയ്തത്? അമ്മ പറഞ്ഞു, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. യേശു പറഞ്ഞു, ഓ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണോ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണോ? എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക്, പിന്മാറാത്ത മുന്നേറുന്ന വിശ്വാസത്തിലേക്ക് കടന്നു വരിക. അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. ലൂർദിൽ 1858 പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ബെർണലീത്തയ്ക്ക്. അങ്ങനെ ഏകദേശം 18 പ്രാവശ്യം പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടു. അതിൽ 9ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ അവിടെ ബെർണലീത്ത ഇതാ ആ ഗ്രോട്ടോയിൽ നിൽക്കുന്നു. ഈ സമയത്ത് ഒത്തിരി ജനങ്ങൾ ചുറ്റും അത് നോക്കി നിൽക്കുകയാണ്. ബെർണലീത്തയ്ക്ക് മാത്രമേ പരിശുദ്ധമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സമയം പെട്ടെന്ന് ബെർണലീത്ത ആ ഗുഹയ്ക്കുള്ളിൽ ഒരു സ്ഥലത്ത് ചെന്ന് കൈകൾ കൊണ്ട് മണ്ണുകൾ വാരി മാറ്റുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളം വരികയാണ്. ചെളിവെള്ളമാണ് ആദ്യം വന്നത്. അവൾ ആ വെള്ളം അല്പം കുടിച്ചു. ആ വെള്ളം കൊണ്ട് മുഖം കഴുകി. സമയം നാട്ടുകാരെല്ലാം പറഞ്ഞു, ഒരു ഭ്രാന്തി പെണ്ണ്, ഇവൾക്ക് എന്താണ് വട്ടുപിടിച്ചോ, എന്താണ് ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ കളിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും തിരിച്ചുപോയി. പക്ഷേ അവിടെ ഒരു വ്യക്തി, ലൂവീസ് എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആ വ്യക്തിയെ വെള്ളമെടുത്ത് മുഖം കഴുകുകയാണ്, കണ്ണുകൾ കഴുകുകയാണ്. അത്ഭുതകരമായി കർത്താവ് ആ വ്യക്തിയുടെ കണ്ണുകൾ തുറന്നു കൊടുക്കുകയാണ്. ഈ വാർത്ത കാട്ടുതീ പോലെ ലൂർദ് മാത്രമല്ല, ഫ്രാൻസിൽ മുഴുവൻ പടരുകയാണ്. 10,000 രോഗികൾ കടന്നു വരുന്നു. ലൂർദിലെ ഗ്രോട്ടോയിൽ നിന്ന് വെള്ളം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ അനേകം തളവാത രോഗികൾ കടന്നു വരുന്നു. അവർ സൗഖ്യം പ്രാപിക്കുന്നു. അനേകം ക്യാൻസർ രോഗികൾ, അനേകം മറ്റെല്ലാ വിധത്തിലെ രോഗികൾ ഇതാ വെള്ളത്തിൽ കടന്നു വന്ന് ആ വെള്ളമെടുത്ത് കൈകാലുകൾ കഴുകുമ്പോൾ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോവുകയാണ്. ഇത് ആ സമയത്തും ഫ്രാൻസ് ഭരിച്ചിരുന്ന നെപ്പോളിയൻ ചക്രവർത്തി അറിയുകയാണ്. ചക്രവർത്തി എന്ത് ചെയ്തെന്നറിയോ? അവിശ്വാസിയായ വ്യക്തി പട്ടാളത്തെ വിട്ട് ആ ഗ്രോട്ടോയിലേക്ക് ആരും കടന്നു വരാതിരിക്കാൻ വലിയ ഒരു കമ്പി വേലി കെട്ടുകയാണ്.
പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിച്ചത്? കമ്പിവേലി കണ്ട് ജനം പിന്തിരിഞ്ഞു. ജനം വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ജനം തന്നെ കമ്പിവേലി ആദ്യം പൊളിച്ചു. പക്ഷെ വീണ്ടും വലിയ വേലി കെട്ടി പട്ടാളത്തെ ചക്രവർത്തി നിയോഗിക്കുകയാണ്. എന്നാൽ ജനം പിന്തിരിഞ്ഞില്ല. ജനം വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നെപ്പോളിയൻ ചക്രവർത്തിയുടെ മകന് സൂര്യാഘാതമേൽക്കുകയാണ്. മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. ആരോ പറയാണ്, ലൂർദിൽ പോകുക, അവിടുത്തെ ഗ്രോട്ടോയിലുള്ള വെള്ളം കൊണ്ട് ഈ മകനെ കഴുകി ഈ മകൻ ജീവൻ പ്രാപിക്കും. ആത്മീയതയെ, ദൈവത്തെ തന്നെ എതിർത്ത ചക്രവർത്തി തന്നെ സ്വന്തം മകനെ ഗ്രോട്ടോയിൽ കൊണ്ടുവരുന്നു, ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നു. അത്ഭുതകരമായി ആ മകൻ ജീവനിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ഇപ്രകാരം ഉത്തരവിട്ടു, ഈ ഗ്രോട്ടോയെ ആരും ഇനി തടസ്സപ്പെടുത്തരുത്. പട്ടാളത്തെ നിയോഗിച്ച് ഞാൻ വേലി പൊളിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, മുന്നേറുക, പിന്നോട്ട് പോകരുത്. കാരണം അവസാന വിജയം കർത്താവിൻ്റെതായിരിക്കും. നാലാമത് എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? എല്ലാം സാധ്യമാക്കുന്ന വിശ്വാസം. എല്ലാം സാധ്യമാക്കുന്ന വിശ്വാസത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ നയിക്കുന്നത്. മാർക്കോസ് 9:23 യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. യോഹന്നാൻ 14:12 യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് അതിലും വലിയവ ചെയ്യും. യേശു ചെയ്ത അത്ഭുതങ്ങളെക്കാളും അധികം ചെയ്യാനാണ് യേശു തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അഭിഷേകം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സഭയിലൂടെ കർത്താവ് അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ പാട്രിക്കിന്റെ ലൈഫിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഉരുക്ക് മിഷണറി എന്നറിയപ്പെടുന്ന വിശുദ്ധ പാട്രിക് അയർലൻഡിൽ കർത്താവിന്റെ രാജ്യം പടുത്തുയർത്തിയ ശക്തമായ ഒരു മിഷണറിയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാട്രിക് ഒരു അയർലൻഡിലെ ഒരു പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. രാജാവിന്റെ പേരാണ് അൽഫിമിസ് രാജാവ്. വിജാതി രാജാവാണ്. 2 മക്കളാണുള്ളത്. അങ്ങനെ ഒരു ദിവസം രാജാവ് ഒരു വാർത്ത കേൾക്കുകയാണ്, തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നു. വേദനയോടെ ഇരിക്കുമ്പോൾ മറ്റൊരു വാർത്തയും വന്നു, രാജകുമാരി പുഴയിൽ കുളിക്കാൻ പോയതാണ്. രാജകുമാരി മരിച്ചുപോയി. അങ്ങനെ രാജ്യം മുഴുവനും വലിയ ദുഃഖത്തിലായി. ഈ സമയത്താണ് മറ്റൊരു വ്യക്തി പ്രകാരം എന്ന് പറയുന്നത്, ഇവിടെ ഏതോ ഒരു ദൈവത്തിന്റെ പേരിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് പാട്രിക്. രാജാവ് പറഞ്ഞു, അവനെ വിളിക്കുക. രാജാവ് രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. വിജാതി ആചാരപ്രകാരം 2 ഡെഡ് ബോഡികളെയും നിരത്തി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാട്രിക് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ യേശു ക്രിസ്തു മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. താങ്കൾ എൻ്റെ കർത്താവിൽ വിശ്വസിച്ച് മാമോദി സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ഈ മക്കളെ എഴുന്നേൽപ്പിക്കാം. രാജാവ് പെർമിഷൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പാട്രിക് 10,000 മുമ്പിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിച്ചു. ശേഷം കരങ്ങൾ ഉയർത്തി ഈ ശവശരീരങ്ങളോട് പറഞ്ഞു, യേശു നാമത്തിൽ എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, അവർ ജീവൻ പ്രാപിച്ച് 2 മക്കളും എഴുന്നേറ്റു. രാജാവ് ഈ മക്കളെ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. രാജ്യം മുഴുവൻ വലിയ ആനന്ദമായി. ആ രാജ്യം മുഴുവനും, ആ പട്ടണം മുഴുവനും കർത്താവിലേക്ക് കടന്നു വന്നു. ആ രാജകുമാരിയുടെ പേരാണ് ഡബ്ലിന. ഇന്ന് അയർലൻഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പട്ടണമാണ് ഡബ്ലിൻ. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ആ രാജ്യത്തിന് ആ പേര് ലഭിച്ചത്, ആ പട്ടണത്തിന് ആ പേര് ലഭിച്ചത്? ഈ സംഭവമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെല്ലാം സാധ്യമാണ്. അസാധ്യം എന്ന് ഒന്ന് കർത്താവിൻ്റെ വചനത്തിലില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. 5ാമത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സഹനത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒന്നും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു അഭിഷേകം. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ 3 കൂട്ടുകാരന്മാർ നമുക്കദ്ദേശ് രാജാവിനോട് പറയുന്നു, രാജാവേ, നീ തീക്കുണ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. ഇതാണ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് പാപത്തിന്റെ സ്വാധീനം വീണു പോകുന്നതല്ല. ഏതൊരു പ്രലോഭനത്തിന് മുമ്പിൽ ചങ്കോറപ്പോടെ പറയണം, ഞങ്ങൾ കർത്താവിന്റെ മക്കളാണ്. കർത്താവ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും. ഹബക്കൂക്ക് പ്രവാചന പുസ്തകം 3:17 വചനം പറയുന്നു, അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ധാന്യം വയലിൽ ഇല്ലെങ്കിലും, ആലകളിൽ ആടുകൾ അറ്റുപോയാലും, കന്നുകാലികളില്ലാതായാലും, ഒലിവിൻ കായകളില്ലാതായാലും ഞങ്ങൾ ദൈവമായ കർത്താവിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവർ, ഇത് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? പറയാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾ റൈറ്റ് വേയിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു ഗോൾഡൻ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രതിസന്ധികളിലും, അപ്പോസ്തല പ്രവർത്തനം 16:25 ഫിലിപ്പി കാരാഗൃഹത്തിലും പൗലോസും സീലാസും
പ്രതിസന്ധിയുടെ മധ്യ കർത്താവിനെ ആരാധിച്ചു. അപ്രകാരം ആരാധിക്കുന്നവരെ തേടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 5 വിശ്വാസത്തിലൂടെയും നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.